Applications of total internal reflection. First one is mirage. Mirage നമുക്ക് വളരെ ഫെമിലിയർ ആണ്. It is due to total internal reflection. മരുഭൂമിയിലെ മരീചിക എന്നാണ് അറിയപ്പെടുന്നത്. In hot sunny days, the layer of air in contact with sand in a desert becomes hot and rarer. The upper layers are cooler and denser. Therefore, the light coming down from a distant object, like a tree, is traveling from a denser medium to a rarer medium, and it suffers total internal reflection. Thus, for an observer, the image of a distant object is seen inverted. This makes the illusion that the tree is standing near a pool of water. This phenomenon is called mirage. During a hot summer day, a distant patch of road appears to be wet due to mirage. Next one is brilliance of diamond. It is due to total internal reflection. Critical angle for diamond air interface is 24.4 degree and it is very small. Therefore, once light enters a diamond, undergo total internal reflection inside it. By cutting the diamond suitably, multiple total internal reflections can be made to occur. അങ്ങനെയാണ് ഡയമണ്ടിന് വളരെയധികം ലസ്ട്രസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഈസ് ടോട്ടൽ റിഫ്ലെക്റ്റിംഗ് പ്രിസംസ്. ദേ ആർ ഡിസൈൻഡ് ടു ബെൻഡ് ലൈറ്റ് ഓർ ടു ഇൻവേർട്ട് ഇമേജസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ സൈസ് based on total internal reflection. നമ്മൾ 3 ടൈപ്പ് പ്രിസംസ് ഇവിടെ കാണുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ ലൈറ്റ് റേസ് ബെൻഡ് ബൈ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഓബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും പിക്ചറൈസേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് കേസിൽ ലൈറ്റ് റേ 180 ഡിഗ്രിയാണ് ലൈറ്റ് റേയുടെ ബെൻഡിങ് പോസിബിൾ ആക്കുന്നത്. ആൻഡ് തേർഡ് ഡയഗ്രാം സി, ഇതിലും നമുക്കൊരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പാത്താണ് നമ്മൾ കാണുന്നത്. ടോട്ടൽ റിഫ്ലെക്റ്റിംഗ് പ്രിസംസ് ആർ യൂസ്ഡ് ഇൻ പെരിസ്കോപ്സ്. നൗ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കൺസിസ്റ്റ് ഓഫ് എ കോർ ആൻഡ് ക്ലാഡിംഗ്. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ സെക്ഷനുള്ളിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കോറും ക്ലാഡിങ്ങും. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കോർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ക്ലാഡിങ്. ചെറിയൊരു വയർ പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്, പക്ഷെ അതിനുള്ളിൽ തന്നെ 2 സെക്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹയർ ആയിരിക്കും ക്ലാഡിങ്ങിൻ്റേതിനേക്കാൾ. വെൻ എ സിഗ്നൽ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഈസ് ഡയറക്റ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ഫൈബർ at a suitable angle, it undergoes repeated total internal reflections along the length of the fiber and finally comes out at the other end. ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ ആ ലൈറ്റ് റേ ഈ ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിലൂടെ സഞ്ചരിച്ച് പുറത്തേക്ക് വരുന്നു ഡ്യൂ ടു ടോട്ടൽ internal reflection. Since light undergoes total internal reflection at each stage, there is no appreciable loss in the intensity of light signal. Even if the fiber is bent, light can easily travel along its path. Uses. Optical fibers are used as light pipe for visual examination of internal organs. Medical field യൂസ് ചെയ്യുന്നുണ്ട്. Optical fibers are used to carry electrical signals which are converted to light. ഇലക്ട്രിക്കൽ സിഗ്നൽസിലും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ്, ടെലിഫോൺ, ഇതിലൊക്കെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ധാരാളമായി ഉപയോഗിക്കുന്നു. നൗ റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫസ്. ഒരു സ്ഫെറിക്കൽ സർഫസിൽ നടക്കുന്ന റിഫ്രാക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, നമ്മുടെ ഒരു ഫൈനൽ ഇക്വേഷൻ ഈസ് N2/V minus N1/U is equal to N2 minus N1/R. This is known as
കർവ്ഡ് സർഫസ് ഫോർമുല. അപ്പോൾ ഈ ഫോർമുലയാണ് നമ്മളിന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു കോൺവെക്സ് സർഫസ് കൺസിഡർ ചെയ്യുന്നു. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് O എന്ന പോയിന്റിലാണ്. അവിടെ നിന്നും ലെൻസിലേക്ക് ലൈറ്റ് റേ വന്ന് വീഴുന്നു, M എന്ന പോയിന്റിൽ വന്ന് വീഴുന്നു. ആഫ്റ്റർ റിഫ്രാക്ഷൻ I എന്ന പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, ഇവർ 3 പേരും പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന 3 ആംഗിൾസ്, ആൽഫ, ബീറ്റ, തീറ്റ, അങ്ങനെ 3 ആംഗിൾസ്. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. പിന്നെ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് N1 ആൻഡ് N2. നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ഫോർ സ്മോൾ ആംഗിൾസ് വി നോ ദാറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ട്രയാങ്കിൾ OMP, പോളിനടുത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് OMP എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അതിൽ നിന്നും ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു PM/PO, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ, ദാറ്റ് ഈസ് ആൽഫ ഇസ് ഈക്വൽ ടു PM/PO. ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ PCM. From this we can write tan beta is equal to beta is equal to PM/PC. ട്രയാങ്കിൾസിൽ നിന്നും വളരെ ക്ലിയർ ആണ്. നെക്സ്റ്റ് ട്രയാങ്കിൾ ഈസ് ട്രയാങ്കിൾ PMI. From this we can write tan theta is equal to PM/PI. Now നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെക്സ്റ്റ് ട്രയാങ്കിൾ OMC. ട്രയാങ്കിൾ OMCയിൽ നിന്ന് എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് I ഇസ് ഈക്വൽ ടു, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്നെഴുതാം നമുക്ക്. OMCയിൽ നിന്നും എക്സ്റ്റീരിയർ ആംഗിളാണ് I, ആൽഫയും ബീറ്റയും ഇൻറ്റീരിയർ ആംഗിൾസാണ്. സോ വി ക്യാൻ റൈറ്റ് I ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ. ആൽഫയ്ക്കും ബീറ്റയ്ക്കും നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് I ഇസ് ഈക്വൽ ടു PM/PO പ്ലസ് PM/PC. ഇതുപോലെ തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും ഫ്രം ട്രയാങ്കിൾ IMC, ബീറ്റ ഇസ് ഈക്വൽ ടു R പ്ലസ് തീറ്റ, ഓർ R ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് തീറ്റ. ഐക്കും ആറിനുമുള്ള എക്സ്പ്രഷനിലേക്ക് എത്താനാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ R ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് തീറ്റ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ബീറ്റയും തീറ്റയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ we get R is equal to PM/PC മൈനസ് PM/PI. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ബൈ സ്നെൽസ് ലോ വി നോ sin I/sin R is equal to N2/N1. ഹിയർ ഓൾസോ I ആൻഡ് R സ്മോൾ, ഐയും ആറും സ്മോളാണ്. ആൽഫ, ബീറ്റ, തീറ്റ സ്മോൾ ആണെന്ന് പറഞ്ഞു. അഗെയിൻ വി സേ I and R are small. So we can write I/R is equal to N2/N1. That is N1I is equal to N2R. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഇക്വേഷൻ 1-ൽ നിന്നും 2-ൽ നിന്നും കിട്ടിയ എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐക്ക് പകരം കിട്ടിയ എക്സ്പ്രഷനും ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ I ആൻഡ് R വി ക്യാൻ റൈറ്റ് N1 ഇൻറ്റു PM/PO പ്ലസ് PM/PC ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു PM/PC മൈനസ് PM/PI. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ വി ക്യാൻ റൈറ്റ് N1 ഇൻറ്റു PM/PO പ്ലസ് N1 ഇൻറ്റു PM/PC is equal to N2 ഇൻറ്റു PM/PC മൈനസ് N2 ഇൻറ്റു PM/PI.
എല്ലാം നമ്മൾ നിരത്തി എഴുതിയെന്ന് മാത്രം. അപ്പോൾ പി എം കോമൺ ആയതുകൊണ്ട് വി ക്യാൻ ക്യാൻസൽ. സോ we can write N1 by PO plus N1 by PC is equal to N2 by PC minus N2 by PI. Therefore, N1 by PO plus N2 by PI is equal to N2 minus N1 by PC. ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് എഴുതും. നെക്സ്റ്റ്, അപ്ലൈയിങ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഹിയർ. പി ഒ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാകും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഹിയർ ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. പി ഐ ഈസ് ഇമേജ് ഡിസ്റ്റൻസ് വി. പി സി ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് N2 by V minus N1 by U is equal to N2 minus N1 by R. This is the equation of refraction at convex surface. ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് കോൺവെക്സ് സർഫസ് എന്ന് പറയുന്നത്.